15 വർഷത്തെ മഴയും വെയിലും തട്ടും മുട്ടും ഒക്കെ ഏറ്റുവാങ്ങി ക്ഷീണിച്ച നമ്മുടെ ഓൾട്ടോ കാറിന് നമ്മളൊരു പുതുജീവൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതും ട്രൈക്കോട്ട് സിസ്റ്റം. ട്രൈക്കോട്ട് എന്ന് പറയുമ്പോൾ ബേസിലൊരു കളറ്, അതിൻ്റെ മുകളിൽ വരുന്ന ടോപ്പ് കളർ, അതിൻ്റെ മുകളിൽ ക്ലിയർ. പലപ്പോഴും പലരും ചോദിക്കുന്നത് കേൾക്കാം, ഒരു കളർ ചേഞ്ച് വരുമ്പോൾ വണ്ടി നമുക്ക് ഇളക്കാതെ ചെയ്യാൻ പറ്റുമോ എന്ന്. ടെക്നിക്കലി നമ്മൾ ഏതൊരു വണ്ടിക്ക് കളർ ചേഞ്ച് ചെയ്യുമ്പോഴും അതിൻ്റെ ഇളക്കാൻ പറ്റുന്ന ബോഡി പാർട്സ് എല്ലാം ഇളക്കി പ്രോപ്പറായിട്ട് അകവും പുറവും ഫിനിഷ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാര്യമെന്ന് പറയുന്നത് ഡോർ ജാമുകളാണെങ്കിലും അല്ലെങ്കിൽ ബമ്പറിൻ്റെയൊക്കെ ഗ്യാപ്പുകളാണെങ്കിലും പലപ്പോഴും നമ്മൾ കളർ ചേഞ്ചിൽ വരുമ്പോൾ ഇളക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പഴയ കളർ അവിടെ ഇവിടെയൊക്കെ വിസിബിളായിട്ട് വരും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൽ ഇത് സ്വന്തം വണ്ടി തന്നെ ആയതുകൊണ്ടും ആൻഡ് ഓൾസോ ടെസ്റ്റിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ചൊക്കെ സ്കർട്ട് വർക്കൊക്കെ ചെയ്യാൻ പ്ലാൻ ഉള്ളത് കൊണ്ടും ഇതിനെ ഇങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി വണ്ടി നമ്മൾ ഫുള്ളായിട്ട് ഇളക്കി ചെയ്താലും ഇളക്കി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് വൺസ് നമ്മൾ ഇതിനകത്തൊരു വീക്ക് ലെയർ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വർക്ക് എടുക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പഴയ ലെയർ ഫെയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൺസ് അതങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആ പീസ് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് ഡബിൾ ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത്. പല വർക്കുകളിലും നമ്മൾ കണ്ടിട്ടുള്ള കേസുമാണ്. അതായത് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചീപ്പ് മെറ്റീരിയൽസ് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് അതിനകത്ത് എന്തെങ്കിലും റീവർക്ക് വരുമ്പോൾ നമുക്ക് ഫുള്ള് ഇളക്കി കളഞ്ഞിട്ട് ഒന്നേന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കോസ്റ്റും ഏകദേശം ഡബിളോളം ആകാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാപ്സിയുടെ തന്നെ ബേസ് കോട്ടും ക്ലിയർ കോട്ടും തിന്നറും തന്നെയാണ്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട. ആൻഡ് ഓൾസോ സ്കർട്ട് വർക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പർട്ടിക്കുലർ പോർഷൻ മാത്രം വർക്ക് ചെയ്തിട്ട് ഓവറോൾ ക്ലിയർ കൊടുത്താൽ മതി. ആൻഡ് ഓൾസോ നമ്മൾ ഇതിനകത്ത് ഏകദേശം 3 ലെയറോളം HS ക്ലിയർ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് മൈന്യൂട്ട് സ്ക്രാച്ചസ് ആണെങ്കിലും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പോളിഷിൽ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് വിട്ടുകൊണ്ടാണ് നമ്മളിതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്.